കഴിഞ്ഞ ദിവസമാണ് തൃശൂർ പെരുമ്പിലാവ് അക്ഷയെ കൊലപ്പെടുത്തുന്നത്. ആ കൊലക്കേസിലെ മുഖ്യപ്രതി ലിഷോയ് പിടിയിലായിട്ടുണ്ട്. കൊലപാതകം നടന്ന മുല്ലപ്പള്ളിക്കുന്ന് 4 സെന്റ് ഉന്നതിയിൽ നിന്നുമാണ് ഈ പ്രതിയെ പിടികൂടിയത്. രാവിലെ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ലിഷോയെ പിടികൂടിയത്. ഇന്നലെ 3 പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അക്ഷയെ ഇന്നലെ രാത്രിയോടെ ഭാര്യയുടെ മുന്നിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. അപ്പോൾ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, ഗുഡ് മോർണിംഗ്. ഈ കേസിൽ മുഖ്യപ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ലിഷോയാണ്. ലിഷോയുടെ വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് അക്ഷയെ വെട്ടിക്കൊലപ്പെടുത്തുന്നതും. ഇയാൾ എവിടെ നിന്നാണ് പിടിയിലായത്? പറയാം. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി 8:50 തൃശൂർ പെരുമ്പിലാവ് മുല്ലപ്പള്ളിക്കുന്ന് ഉന്നതിയിൽ കൊലപാതകം നടക്കുന്നത്. ഈ മുഖ്യപ്രതിയായിട്ടുള്ള ലിഷോയുടെ വീട്ടിലെത്തിയ അക്ഷയ് കൂത്തോൻ എന്ന യുവാവിനെയാണ് ലിഷോയും മറ്റ് 4 അംഗ സംഘവും ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. കഞ്ചാവ് ലഹരി മാഫിയ സംഘങ്ങളിൽപ്പെട്ട ആളുകളായിരുന്നു ഇവരെല്ലാവരും തന്നെ. ഈ ലഹരി മരുന്ന് കച്ചവടത്തെ ചൊല്ലിയുണ്ടായ വാക്കുതർക്കങ്ങളും ഇവർക്കിടയിൽ ആഭ്യന്തര പ്രശ്നങ്ങളുമാണ് കൊലപാതകത്തിന് കാരണമായത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട 3 പ്രതികളെ പോലീസിന് കസ്റ്റഡിയിലെടുക്കാനായി. മുഖ്യപ്രതിയായിട്ടുള്ള ലിഷോയിനെ ഇന്ന് പുലർച്ചെയാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. രാവിലെ 6 മണിയോടുകൂടി ഇയാൾ കൊല നടന്ന ഈ മുല്ലപ്പള്ളിക്കുന്ന് ഉന്നതിയിൽ തന്നെ തങ്ങുകയായിരുന്നു. കൊല നടത്തിയ വീടിന് പുറകിൽ പതുങ്ങിയിരുന്ന ഇയാൾ രാവിലെ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണവും തെരച്ചിലും ആരംഭിച്ചതോടുകൂടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പിടിയിലാകുന്നത്. ഇയാൾ ബഹളം വെച്ച് ഓടുകയും പിന്നാലെ പാഞ്ഞെത്തിയ പോലീസ് സംഘം കീഴ്പ്പെടുത്തുകയുമായിരുന്നു. പ്രതിയെ അതീവ സാഹസികമായി തന്നെ വളഞ്ഞിട്ട് കൂടിയാണ് പോലീസ് പിടികൂടിയത്. വേഗത്തിൽ തന്നെ സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 8:50 കൊലപാതകം നടന്നതിന് ശേഷം മറ്റു പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. ഇവരെ വലയിലാക്കാൻ പോലീസിന് സാധിച്ചു. ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ രാത്രി തന്നെ അവിടെ എത്തി അന്വേഷണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഈ അക്ഷയ് കൂത്തോന്റെ തലയിലും മറ്റുമായി ഏറ്റ ഗുരുതരമായ വെട്ടാണ്, ചോര വാർന്നുള്ള മരണമാണ് നടന്നിട്ടുള്ളത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ തീർത്തും അവശനായ ആളെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. അക്ഷയ് 1 മാസം മുൻപാണ് വിവാഹം കഴിച്ചത്. ഭാര്യ നന്ദനയുമായി ലിഷോയുടെ വീട്ടിലെത്തിയപ്പോൾ അവിടെ വെച്ചാണ് സംഘർഷവും അടിപിടിയും ഒക്കെ ഉണ്ടാകുന്നത്. ഈ യുവതിയുടെ മുന്നിൽ വെച്ചാണ് ക്രൂരമായ കൊലപാതകം നടന്നതും എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ്. 4 പേർ ചേർന്ന് സംഘം ചേർന്ന് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. അക്ഷയ് നടത്തിയ പ്രത്യാക്രമണത്തിൽ ബാദുഷ എന്ന കേസിലെ പ്രതിക്ക് കൂടി പരിക്ക് പറ്റിയിട്ടുണ്ട്. ലെവിൻ, വ്യക്തമാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ തൃശൂർ പെരുമ്പിലാവ് അക്ഷയ് കൊല ചെയ്യപ്പെടുന്നത്. ഇതിലെ മുഖ്യപ്രതി ലിഷോയ് പിടിയിലായിരിക്കുന്നു.